Hello everyone, welcome to ബിസിനസ് മാസ്റ്ററി ഹബ്. ബിസിനസ് മാസ്റ്ററിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് മേക്കേഴ്സ് ആയ നിങ്ങളോട് എല്ലാവരോടും സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ദിവസത്തെ ചില തിരിച്ചറിവുകളിലേക്ക് പോകാം. ഞാൻ ഇന്നലത്തെ പറഞ്ഞ വീഡിയോന്റെ തുടരാണ് ഇപ്പോൾ ഇനി പറയാൻ പോകുന്നത്. അതായത് നമ്മളുടെ ബിസിനസ്സിന് എങ്ങനെ അത്ഭുതകരമായ ബിസിനസ് വളർച്ച എങ്ങനെ നേടാം എന്നതിനെ പറ്റിയിട്ടുള്ള തുടർ വീഡിയോ ആണ്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും. ഒരു 6ഓളം കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിരുന്നു. ഇന്നും അതുപോലെ ഇന്ന് 7ഓളം കാര്യങ്ങളാണ്, ലളിതമായ 7ഓളം കാര്യങ്ങളാണ് എന്ന് പറയുന്നത്. ഇത് വളരെ കൃത്യമായി നമ്മൾക്ക് പാലിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് പാലിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ വളർത്താൻ സാധിക്കും എന്നുള്ളതാണ്. വളരെ കൃത്യമായി ഞാൻ എന്നെ വീണ്ടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, എങ്കിലും ഒന്ന് പറയാം. ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഞാനൊരു മൈൻഡ് ട്രെയിനറാണ്. അപ്പോൾ മാനസികമായ മാറ്റത്തിലൂടെ മാത്രമേ ബിസിനസ്സിൽ വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അത് സത്യമാണ് എന്നുള്ള തിരിച്ചറിവ്. അപ്പോൾ പ്രശസ്തരായ പ്രഗത്ഭരായ എല്ലാ ബിസിനസ് ആൾക്കാരും അവരുടെ മാനസികമായ പരിവർത്തനത്തിലൂടെയാണ്, അല്ലെങ്കിൽ ആ ബിസിനസിന്റെ വളർച്ച വിജയം അവർ കണ്ടത് ആദ്യം അവരുടെ മനസ്സിലായിരുന്നു എന്നുള്ള സത്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോ ആൾക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ബിസിനസിന്റെ വിജയത്തിനായി നിങ്ങളുടെ മനസ്സിലുള്ള മാസ്റ്റർ പ്ലാൻ എന്താണ് എന്ന് ഒന്നുകൂടി ചിന്തിച്ചു നോക്കുക. അങ്ങനെ അതില്ലെങ്കിൽ അതൊന്ന് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് മാത്രമാണ് ബിസിനസ്സിൽ വിജയം കൈവരിക്കാൻ സാധിക്കുക. അത് ആദ്യം നിങ്ങൾ ഇന്നത്തെ കാര്യത്തിൽ പറഞ്ഞിരുന്ന പോലെ തന്നെയാണ്. ആദ്യം ബിസിനസ്സിലെ വിജയം നിങ്ങളുടെ മനസ്സിലാണ് ഉണ്ടാവേണ്ടത് എന്ന് തിരിച്ചറിയാം. അപ്പൊ ഇന്ന് നമുക്ക് അതും അത്ഭുതകരമായ വളർച്ചയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു 7ഓളം കാര്യങ്ങൾ ലളിതമായി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറഞ്ഞു പോകാം. താങ്ക് യു, വെൽക്കം ടു ദ സെഷൻ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും രാവിലെ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി മാറും എന്ന് ഉറപ്പുണ്ട്. ആ ഉപകാരപ്രദമാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഈ പറയുന്നത് ഇറ്റ്സ് റിലവന്റ് ടു മീ, താങ്ക് യു ഫോർ മീ, അത് വട്ട് എവർ ഇറ്റ് മേ ബി, നിങ്ങളത് പറയുക. അപ്പോൾ നമുക്കത് കൂടുതൽ ചെയ്യാനുള്ള ഊർജം അതിൽ നിന്നുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഹൗ ടു അച്ചീവ് മിറാക്കിൾ ഇൻ ബിസിനസ് ഗ്രോത്ത് എന്നുള്ളതാണ് പാർട്ട് 2 ആണെന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതായത് മൈൻഡ് മാസ്റ്ററിയിലൂടെ, എനർജറ്റിക് അലൈൻമെന്റിലൂടെ, യൂണിവേഴ്സൽ ആയിട്ടുള്ള ചില നിയമങ്ങൾ അറിയുന്നതിലൂടെ, സ്പിരിച്വൽ ചില ഫോക്കസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ ഫലപ്രദമായി ഉയർത്താൻ സാധിക്കും. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാ ബിസിനസിന്റെ വിജയവും ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. മൈൻഡ് ട്യൂണിങ് ഫോർ ബിസിനസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. യുവർ ബിസിനസ് ഈസ് ആൻ എനർജറ്റിക് എക്സ്റ്റൻഷൻ ഓഫ് യുവർ മൈൻഡ് ആൻഡ് ഇമോഷൻസ് എന്നാ പറയാം. നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയുടെ ഒരു യഥാർത്ഥ എക്സ്റ്റൻഷൻ ആണ് എന്ന് പറയുന്നത്. അപ്പൊ എനർജി, നമ്മുടെ എനർജറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ, മൈൻഡിന്റെയും ഇമോഷൻസിന്റെയും ആകെത്തുകയ്ക്കാണ് ഈ പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ബിസിനസ് സംഭവിക്കുന്നത്. അപ്പോൾ മൈൻഡ് ട്യൂണിംഗ് ആയിട്ടുള്ള ചില ടെക്നിക്കുകൾ, ഒരു 3 ടെക്നിക്കുകൾ നിങ്ങൾ എപ്പോഴും പാലിക്കണം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ആ 3 ടെക്നിക്കുകൾ നിങ്ങൾ പാലിക്കുന്നവരുടെ മൈൻഡ് ട്യൂണിങ് നമുക്ക് അവിടെ നടത്താൻ പറ്റും. അതായത് മൈൻഡിനെ നമുക്കൊന്ന് ഇതിനു വേണ്ടി തയ്യാറാക്കി നിർത്താൻ പറ്റും. അതിന് നിങ്ങൾ പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വോക്കപ്പ് ഇയർലി എന്ന് പറയുന്ന സാധനമാണ്. രാവിലെ എഴുന്നേൽക്കുക. നേരത്തെ എഴുന്നേൽക്കുക എന്ന് എളുപ്പത്തിൽ പറയാം. കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക. എന്തിനാണെന്നറിയോ? മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട്, സ്വസ്ഥമായിട്ട് ഇരിക്കാനായിട്ട്. മെഡിറ്റേഷൻ നിങ്ങൾ അവിടെ എവിടെയൊന്നും പോയിട്ട് മ്യൂസിക്കോ അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾ ആവശ്യമില്ല. സ്വസ്ഥമായി ആരോടും മിണ്ടാതെ ഒരു സ്ഥലത്ത് കുറച്ചു നേരം ഏകാഗ്രനായി നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? അതാണ് മെഡിറ്റേഷൻ. അതിനുശേഷം വിഷ്വലൈസ് യുവർ സക്സസ് എന്ന് പറയും. നിങ്ങൾക്ക് എന്തായിട്ടാണ് അന്നത്തെ ദിവസമോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ ഏത് എക്സ്റ്റൻഷനിലേക്കാണ് കാണേണ്ടത്, അത് നിങ്ങൾ അന്നേരം കാണുക. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ആ ബിസിനസ്സിന്റെ സക്സസ് ഒന്ന് കാണുക. അതുപോലെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങളുടെ ഉദ്ദേശം എന്താണോ, അതിനൊന്ന് അഫേം ചെയ്യുക. അഫേം ചെയ്ത് ഞാൻ ഇങ്ങനെ ആകുന്നു എന്ന് പറഞ്ഞ് ഒന്ന് മനസ്സിനെ പാകപ്പെടുത്തുക. ട്രെയിൻ യുവർ ബ്രെയിൻ ടു സീ പോസിബിലിറ്റി ഓൾവേസ്, നോട്ട് ഒബ്സ്റ്റാക്കിൾസ്. നമ്മളുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ എപ്പോഴും കാണുന്നത് ഒബ്സ്റ്റാക്കിൾസുകളെ പറ്റിയിട്ടാണ്, തടസ്സങ്ങളെ പറ്റിയിട്ടാണ്.
എപ്പോഴും നിങ്ങളുടെ ബ്രെയിനിനെ രാവിലെ എഴുന്നേറ്റ് ട്രെയിൻ ചെയ്യുക. ബ്രെയിൻ ടു സീ ദ പോസിബിലിറ്റി, സാധ്യതകളിലേക്ക് ട്രെയിൻ ചെയ്യുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യമാണ് അവോയ്ഡ് മെന്റൽ കൾട്ടേഴ്സ് എന്ന് പറയുന്ന സാധനം. അതായത് നമ്മുടെ ശ്രദ്ധയെ, നമ്മുടെ ചിന്തകളെ കൊല്ലുന്ന TV ന്യൂസുകള്, ഗോസിപ്പുകള്, ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള ടോക്കുകള്, ഇങ്ങനെയുള്ളത് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളത് മൈൻഡ് ട്യൂണിങ്ങിന് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് എന്ന് പറയാം. ഒന്ന് വീണ്ടും ആവർത്തിച്ച് പറയാം. ഒന്നാമത്തെ, വക്കപ്പ് എയർലി, മെഡിറ്റേറ്റ്, വിഷ്വലൈസ് സക്സസ്, അഫ്രീം സക്സസ്. രണ്ടാമത്തെ, ട്രെയിൻ യുവർ ബ്രെയിൻ ടു സീ ദ പോസിബിലിറ്റി. മൂന്നാമത്തേത്, അവോയ്ഡ് മെന്റൽ കൾട്ടർ എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ ഈ ബിസിനസ് മൈൻഡ് ട്യൂണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എവ്രിതിങ് ഐ ഡിസയർ കംസ് ടു മീ ഈസിലി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ എത്തണം. ഐ ആം വെൽത്ത് ആൻഡ് സക്സസ് എന്ന് നമ്മൾ എപ്പോഴും കൺഫേം ആയിട്ട് പറയണം. ജസ്റ്റ് ടൈപ്പ് ഇറ്റ് യുവർ സെൽഫ്. നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കൂ. എവ്രിതിങ് ഐ ഡിസേർവ് കംസ് ടു മീ ഈസിലി. ഐ ആം വെൽത്ത് ആൻഡ് സക്സസ് എന്ന്, ഐ ആം വെൽത്തി ആൻഡ് സക്സസ് എന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും യെസ് കമോൺ. ഇതൊരു ഇന്നത്തെ ഒരു മൈൻഡ് സെറ്റ് മന്ത്രയായിട്ട് നിങ്ങൾ എടുക്കുക. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എളുപ്പത്തിൽ കൈവരുന്നു, ഞാൻ ധനവാനും വിജയുമാണ് എന്നുള്ള ഒരു അഫർമേഷൻ ചെയ്തു നോക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ യൂണിവേഴ്സൽ എനർജിയും വൈബ്രേഷനുകളിലേക്കും എത്താൻ ശ്രമിക്കുക. അപ്പൊ യുവർ വൈബ്രേഷൻ ഡിറ്റർമൈൻസ് വാട്ട് യു അട്രാക്ട് എന്ന് പറയും. അതായത് നമ്മളുടെ വൈബ്, കൃത്യമായി പറഞ്ഞു, നമ്മുടെ വൈബാണ് നമ്മുടെ വിജയത്തിന്റെ സാധ്യത തെളിയിച്ചു വരുന്നത്. നിങ്ങൾക്കറിയാം, നന്നായിട്ട് നല്ലൊരു വൈബുള്ള ഒരു മനുഷ്യൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരു സാധനം വിൽക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ വാങ്ങിക്കോ ഇല്ലയോ? അത് കണ്ടാൽ തന്നെ നമുക്കൊരു ഒരു വൈബ് ഉണ്ടാക്കും അല്ലെ? അത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, സെയിൽസ് ഒക്കെയാണ്, പക്ഷെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരാളും അയാളെടുത്ത് വാങ്ങിക്കാൻ തയ്യാറാവില്ല എന്നുള്ള സത്യം. ഇത് നിങ്ങളും അത്തരമുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് പുഞ്ചിരിച്ച മുഖമായി നല്ല ഉന്മേഷത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ട് മറ്റുള്ളവരെ സമീപിച്ചാൽ അവരത് വാങ്ങിക്കും. സ്റ്റേ ഇൻ ഹൈ വൈബ് ഇമോഷൻസ് ലൈക്ക് ജോയ്, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ട്രസ്റ്റ്. ഇത് മറക്കാതിരിക്കുക. ഇത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. അവോയ്ഡ് ബിസിനസ് ജലസസ്, ആങ്കർ, ഫിയർ. ഇറ്റ് ഡിസ്റ്റർബ്സ് യുവർ ഫ്ലോ എന്ന് മനസ്സിലാക്കുക. മൂന്നാമതായി, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ലൈക്ക് മൈൻഡ് വിഷണറി പീപ്പിൾസ്. നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് സാധ്യതകളിലേക്ക് തുറന്നു വരുന്നതും സമാന ചിന്താഗതിക്കാരുമായ ആൾക്കാരെ ഉള്ള ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുക, ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ഒരു വൈബ് ഉണ്ടാവും. പ്രാക്ടീസ് എവറി മോർണിംഗ് എന്ന് പറയുക, ഐ അലൈൻ വിത്ത് ഇൻഫിനിറ്റ് അബൻഡൻസ് ആൻഡ് ബിസിനസ് മിറാക്കിൾസ് എന്ന് സ്ഥിരമായിട്ട് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് സക്സസ് മാജിക് സംഭവിക്കും. അല്ലെങ്കിൽ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വളരെ ലളിതമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു പോയിന്റ് കൂടി ഇന്നത്തെ പറഞ്ഞു പോകാം, ബാക്കി നാളത്തെ വിഷയത്തിൽ പറയാം. റിഫ്ലക്ഷൻ ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് മിറർ മാജിക്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ മിറർ ഉണ്ടാവും. നിങ്ങളുടെ ബിസിനസിന്റെ റിഫ്ലക്ഷൻ ആ മിററിൽ നിങ്ങൾക്ക് അതിരാവിലെ കൊണ്ടുവരാൻ പറ്റണം. സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ എവറി മോർണിംഗ് ആൻഡ് ലുക്ക് ഡീപ്പ് ഇൻ ടു യുവർ ഓൺ ഐസ് ആൻഡ് സേ, നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറയുക, യു ആർ എ പവർഫുൾ ബിസിനസ് ക്രിയേറ്റർ എന്ന് പറയുക. യുവർ ക്ലയൻസ് ലവ് യു, യുവർ ഇൻകം വിൽ ഈസ് ഗ്രോയിങ് എന്ന് പറയുക. യുവർ ഡിസയർ യു ഡിസയർ മാസീവ് സക്സസ് എന്ന് എല്ലാ ദിവസവും രാവിലെ കണ്ണാടി നോക്കിയിട്ടൊന്ന് പറഞ്ഞു നോക്കി എന്റെ സുഹൃത്തുക്കളെ. ദ മിറാക്കിൾ വിൽ കംസ് ടു യു വിത്തിൻ 21 days. ഈ വേർഡ്സ്, ഞാൻ പറഞ്ഞ വേർഡ്സ് നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിങ്ങിലൂടെയാണ്. ഇതൊരു 21 ദിവസം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കോ. യു ആർ എ പവർഫുൾ ബിസിനസ് ക്രിയേറ്റർ, യുവർ ക്ലയൻസ് ലവ് യു, യുവർ ഇൻകം ഈസ് ഗ്രോയിങ്, യു ഡിസേർവ് മാസീവ് സക്സസ് എന്നുള്ള ഈ 3 അഫർമേഷൻ ഡെയിലി ഒന്ന് കണ്ണാടി മുമ്പിൽ നോക്കിക്കോളൂ. മറ്റു 2 ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്ത് നോക്കോളൂ. സക്സസ് ഈസ് യുവേഴ്സ്.
ബിസിനസ് വളർച്ച അത്ഭുതമായി തന്നെ നടക്കും എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. കാരണം എനിക്കും ബിസിനസ്സിൽ പോകണമല്ലോ, ഇവിടെ ഇരുന്നാൽ എൻ്റെ ബിസിനസ് നടക്കൂല. ഇതെല്ലാം ഇപ്പൊ ഞാൻ ചെയ്യുന്നതല്ല ബിസിനസ്, എൻ്റെ ബിസിനസ് സമയമായി. സോ ഐ എം ജസ്റ്റ് സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ആവശ്യമാണെങ്കിൽ അയച്ചു കൊടുക്കുക. താങ്ക് യു. ലവ് യു.